എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കണ്ട ബിൽഡിംഗാണ് വാഴത്തോപ്പിലുള്ള ഗ്രാമപഞ്ചായത്ത് കാര്യാലയം. ആ കാണുന്ന ബിൽഡിംഗാണ് മഞ്ചിക്കവലയുള്ള ഹൈഡൽ റിക്രിയേഷൻ ക്ലബ്ബ്. ഇത് കൂടാണ്ട് ഇവിടെ ഒരു ഗവൺമെൻറ് സ്കൂളുമുണ്ട്. കണ്ണൂരിൽ ബിസിനസ് ചെയ്യുന്ന മിസ്റ്റർ സലീഷിൻ്റെ കൂടെയാണ് ഇന്നത്തെ എൻ്റെ യാത്ര. മഞ്ചിക്കവലിൽ നിന്നും ഞങ്ങൾ പോകുന്നത് ഏകദേശം 200 മീറ്ററോളം അകലെയുള്ള ചെറുതോണി പട്ടണത്തിലേക്കാണ്. ഈ കാണുന്ന വഴിയും മഞ്ചിക്കോലയും ചെറുതോണിയുമെല്ലാം വിദ്യാഭ്യാസ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലങ്ങളായിരുന്നു. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനത്തിനോട് ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ചെറുതോണി. ഇതൊരു ജംഗ്ഷനും കൂടിയാണ്. ഇവിടെ നിന്ന് എറണാകുളത്തിനും കട്ടപ്പനയ്ക്കും തൊടുപുഴയ്ക്കുമൊക്കെ പോകാം. ഈ നഗരത്തിൽ നിന്നും വളരെ ദൂരത്തിലല്ലാണ്ടാണ് ഇടുക്കി മെഡിക്കൽ കോളേജും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജും അതുപോലെ നിരവധി സ്കൂളുകളും മറ്റ് കോളേജുകളുമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും റൈറ്റിലേക്ക് തിരിഞ്ഞു പോകുന്ന വഴിയാണ് തൊടുപുഴയ്ക്ക് പോകുന്നത്. ഞങ്ങൾ പോകുന്നത് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കട്ടപ്പനയ്ക്കാണ്. പ്രളയത്തിന് ശേഷം പെരിയാറിന് കുറുകെ ചെറുതോണിയിൽ പണിത പുതിയ പാലത്തിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിലുള്ള ഒരു സ്റ്റേഡിയമാണ്. പണ്ട് പഠിക്കുന്ന കാലത്ത് ഈ സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ വന്ന കാര്യമെല്ലാം ഇപ്പോഴും ഓർക്കുന്നു. ഇതാണ് ഇടുക്കിയിലെ ഇടുക്കി എന്നറിയപ്പെടുന്ന ചെറിയൊരു പട്ടണം. ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഇടുക്കി എന്ന് പറയുന്ന ഈ നഗരം വളരെയധികം പ്രാധാന്യമുള്ള ഒന്നായിരുന്നു. ഈ നഗരത്തിൻ്റെ തൊട്ടടുത്താണ് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ഇടുക്കി ഡാമിൻ്റെ ചുവട്ടിലേക്ക് പോകാം. ചെറുതോണിയിൽ നിന്നും കട്ടപ്പനയ്ക്ക് ഏകദേശം 25 കിലോമീറ്ററോളം ദൂരമുണ്ട്. കാറിന് പോകുമ്പോൾ 30 മുതൽ 40 മിനിറ്റ് വരെ സമയം എടുക്കുമായിരിക്കും. ഞങ്ങൾ ഈ യാത്ര ആസ്വദിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇടുക്കി ഡാമിൻ്റെ കാഴ്ചകൾ കാണാം. ധാരാളം വളവുകളും തിരിവുകളുമുള്ള മനോഹരമായൊരു ഹില്ലി റൂട്ടാണിത്. ഇപ്പോൾ ഞങ്ങൾ മലയുടെ ഏകദേശം ടോപ്പിൽ എത്താറായി. അങ്ങ് ദൂരെ താഴെ മനോഹരങ്ങളായ മലനിരകൾ കാണാം. മിസ്റ്റർ സലീഷ് തൻ്റെ ഹുണ്ടായി ക്രെറ്റ മനോഹരമായ ഈ ഹില്ലി റൂട്ടിലൂടെ വളരെ ആസ്വദിച്ചാണ് ഓടിക്കുന്നത്. സ്ഥലമാണ് 10ാം മൈൽ എന്നറിയപ്പെടുന്ന സ്ഥലം. ഇപ്പോൾ ഇത് ഒരു ടൂറിസ്റ്റ് സെൻറ്ററിൻ്റെ ഭാഗമാണ്. ഇവിടെ നിന്നും കല്യാണത്തണ്ട് എന്നറിയപ്പെടുന്ന അതിമനോഹരമായ ഒരു വ്യൂ പോയിൻറ്റിലേക്ക് എത്തിച്ചേരാം. ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാം ചെറിയ ചെറിയ കുന്നുകളിൽ തേയിലയൊക്കെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്തായി പല സ്ഥലത്തും ഏലക്കൃഷിയും ചെയ്തു വരുന്നു. ഏലം കൃഷി ചെയ്യാൻ അനുകൂലമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. കട്ടപ്പന ലക്ഷ്യമാക്കി ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഏലം കൃഷി കൂടാതെ തന്നെ തേയില വളരുന്നതിന് അനുകൂലമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ മറ്റ് നാണ്യവിളകളായ കുരുമുളകും കാപ്പിയും കൊക്കോയും ഒക്കെ ഇവിടെ വളരെയധികം സ്ഥലത്താണ് കൃഷി ചെയ്തു പോരുന്നത്. ധാരാളം KSRTC ബസ്സുകളാണ് ഈ റൂട്ടിലൂടെ സർവീസ് നടത്തുന്നത്. കട്ടപ്പനയിൽ KSRTC ബസ്സിനൊരു ഡിപ്പോയുമുണ്ട്, കറായി. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ധാരാളം വളവുകളും തിരിവുകളുമുള്ള ഒരു റൂട്ടാണ് ഇത്. കട്ടപ്പനയിൽ ഞങ്ങൾ എത്തിയില്ല. ഇതൊരു വലിയ മലയുടെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. അങ്ങ് ദൂരെ കാണാം കട്ടപ്പന ടൗണിൻ്റെ ചെറിയൊരു ഭാഗം. അങ്ങ് ദൂരെ താഴെ കാണുന്ന മലനിരകളാണ്. ആ മലനിരകളിൽ ധാരാളം വീടുകളൊക്കെ നമുക്ക് കാണാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ. അങ്ങനെ ഈ മലമുകളിൽ നിന്നും പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ കാണുന്ന വഴിയിലൂടെ ആണ് മല കയറി ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. ദൂരക്കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ മലമുകളിൽ ഈ കാണുന്ന വഴിയിലൂടെ ഇവിടെ കയറി വന്നത്. അങ്ങനെ വീണ്ടും മെയിൻ റോഡിൽ വന്ന് യാത്ര തുടരുകയാണ് കട്ടപ്പനയ്ക്ക്. Thank you for watching.